everybody and welcome back to our YouTube channel. അപ്പോൾ വളരെയധികം കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ വ്ളോഗ്സ് ആയിട്ട് വന്നേക്കുവാണ്. 2 ദിവസം മുന്നേ ഞാൻ ഫോളിൻ്റെ ഒരു വീഡിയോ എടുത്തു. അതിനുശേഷം ഞാൻ വ്ളോഗ് എടുക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ ഫോളിൻ്റെയും ഈ സമ്മറിൻ്റെ ഇടയ്ക്ക് കുറച്ചധികം അപ്ഡേറ്റ്സ് നടന്നു. അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് ആയപ്പോൾ അമ്മ നാട്ടിൽ പോയി. അമ്മ പോയപ്പോൾ പുതിയ 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്. വൺ ഈസ് ഇച്ചയുടെ മമ്മി വിദൂരത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആൻഡ് പപ്പ ഇവിടെ ഒരു ഹൈ പറയണോ പേ. ഓക്കെ, സോ മമ്മി പപ്പ ഉണ്ട്, പിന്നെ ഇച്ച, പിന്നെ ഒബിയസ്ലി നമ്മുടെ നോവ. ഹായ് പറയണ്ട നോവ. ഓക്കെ, സോ അതായിരുന്നു അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞത്. പിന്നെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് അറിയാം, കാനഡയില് വിന്റർ ആണ്. വിന്ററിൽ നമ്മള് പൊതുവെ പുറത്ത് അധികം പോകാറില്ല. ഒരു ട്രിപ്പ് പോലെ പോകാറില്ല. കൈൻഡ് ഓഫ് നമ്മൾ പോണതെല്ലാം മോളില്, മിക്കവാറും ഇൻഡോർ ആയിരിക്കും പോകുന്നത്. അത് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കാറില്ല. സമ്മറായി, അപ്പൊ പുതിയ വീഡിയോസ്, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് ട്രിപ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വീഡിയോ ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഈസ് മെയിൻലി നമ്മൾ പോകുന്നത്, ഇന്ന് നമ്മൾ എവിടെയാണ് പോണേ ഗൈസ്? മമ്മി പറ, എവിടെ പോണേ? യെസ്, നമ്മൾ ഇന്ന് നയാഗ്രയിൽ പോവാണ്. നയാഗ്രയിൽ നമ്മൾ യൂഷ്വലി പോകുമ്പം സാധാരണ നമ്മൾ ബോട്ട് ടൂർ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് പിടിക്കാമെന്ന് വിചാരിക്കണം. സോ അത് പോകെ ഞാൻ കാണിച്ചു തരാം, നമുക്ക് പറയാം അത് എന്തൊക്കെയാണെന്നുള്ളത്. ഇത്രയും നാളും നമ്മളുടെ വീഡിയോയിൽ സൈലന്റ് ആയിട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. അതാണ് നമ്മളുടെ ഈ നോവ. മിക്കവാറും എൻ്റെ വീഡിയോസിലെല്ലാം അല്ലെങ്കിൽ വ്ളോഗ്സിലെല്ലാം ഞാൻ കാറിലിരുന്ന് പറയുമ്പോൾ മിക്കവാറും നിങ്ങൾക്കിടന്ന് ഉറക്കമായിരിക്കും. ഇപ്പൊ നമുക്കൊരു ആക്റ്റീവായിട്ടുള്ള ഒരാളുണ്ട്. സോ എൻ്റെ വ്ളോഗിൽ എൻ്റെ സൗണ്ടിലുപരി വേറൊരാളുടെ സൗണ്ട് കേൾക്കുന്നത് ഈ കൊച്ചിൻ്റെ ആയിരിക്കും. ഇതാണ് നയാഗ്ര ഔട്ട്ലെറ്റ്. നമ്മൾ ടൊറൻറ്റോയിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, പക്ഷെ അതിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ട്. പ്ലസ് ഇത് ഭയങ്കര വലുതാണ്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങിയത്. പപ്പയും മമ്മിയൊക്കെ ബോട്ടിൽ കയറാൻ പോയി. മെയില് അമ്മ വന്നപ്പം അമ്മയുടെ കൂട്ടത്തിൽ ഞാനും ബോട്ടിൽ റീസെൻ്റായിട്ട് ഇപ്പം കയറിയതാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം ഞാൻ കയറുന്നില്ല, ഇച്ച ഇനി കയറിക്കോട്ടെ. പപ്പയും മമ്മിയും ഇച്ചയും കൂടെ കൂടി ബോട്ടിൽ കയറാൻ പോയേക്കാം. അതിൻ്റെ വിശേഷങ്ങൾ ചേട്ടത്തെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുവാണെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നയാഗ്ര ഫോൾസിൻ്റെ അടുത്തേക്ക്. ഇവന് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഒരു 11:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ ഇവിടെ ഇപ്പോൾ എത്തിയപ്പം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണം 1:30 ആയി. അപ്പോൾ ഇവന് ഫുഡ് കൊടുത്തു, ഞാൻ ഡയപ്പർ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ചിച്ചടാ, ഞാൻ ഇങ്ങനെ ചിരിക്കണേന്ന് കാണിച്ചു. ഹായ് പറയാമോ? പിന്നെ നമ്മുടെ കൂട്ടത്തിൽ അപ്പുചേട്ടനും പാർച്ചേച്ചിയൊക്കെ വരുന്നുണ്ട്. തന്നിയുണ്ട്, പിന്നെ നമ്മുടെ മനോഹരമ്മയുണ്ട്. അപ്പം അവർ ഇതുപോലെ നമ്മൾ താഴെ വെച്ച് മീറ്റ് ചെയ്യും.
ഞാൻ മമ്മേനെ പുറകാട്ടി തരാവോ? അയ്യോ നോയനെ പിടിച്ചു 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 പിടിച്ചു. ഞാനും നോവായും ഇപ്പം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കുറച്ച് നേരമായി ഞങ്ങളവിടെ നിൽക്കണു. അപ്പുചേട്ടനൊക്കെ ഇത് കഴിഞ്ഞിട്ട് അവരുടെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അവർ എന്തായിരുന്നു അവർ പോയത് നയഗ്ര ടേക്സ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റിക്കായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പുചേട്ടനൊക്കെ അവരുടെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അവിടെ കാനഡയുടെ ഫോൾസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇങ്ങോട്ടേക്ക് നടന്നു വരണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ വെയിറ്റിംഗ് ആണ്, നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ഇതുവരെ ഉച്ചയും പപ്പയും മമ്മിയും ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ വരുന്നതാണ് പറഞ്ഞത്. നിങ്ങൾ വിളിച്ചായിരുന്നു. ഞാനും നുവായും ഇവിടെ ചില്ലിങ് ആണ്. ഉയ്യോ അങ്ങനെ ഗൈസ് അവർ വന്നു. അങ്ങനെ നമ്മൾ അപ്പുചേട്ടനെയും ഫാമിലിനെയും കാനഡയിലെ ഫോൾസിൻ്റെ അവിടെ മീറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും നയഗ്ര ഫോൾസിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കാനഡയിലെ ഫോൾസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ അവിടെ ഡിസൈഡ് ചെയ്യാണ് ഏത് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് രണ്ടുപേർക്കും പിള്ളേരുള്ള കാരണം ഏത് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള പാക്കേജ് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ അത് ഡിസൈഡ് ചെയ്തിട്ട് അതെന്താണെന്ന് പറയാം. You like it? Do you know which flavor that is? Strawberry. Is that strawberry? ഓക്കെ, ഇനി ഇവിടുത്തെ ഫൺ ആക്ടിവിറ്റീസിൻ്റെ പാക്കേജസിനെ കുറിച്ച് ഞാൻ പറയാം. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പാസും കിട്ടും, അല്ലാതെ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള ഒരു സിംഗിൾ പാസും കിട്ടും. നമ്മളെടുത്തത് 5 ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പാസ്സായിരുന്നു. നമുക്കിതുപോലെ സിംഗിൾ ടിക്കറ്റ് എടുക്കുന്നതും പാക്കേജ് ടിക്കറ്റ്സ് എടുക്കുന്നതും തമ്മിൽ റേറ്റ് നല്ല വ്യത്യാസമുണ്ട്.
സിംഗിളായിട്ട് എടുക്കുന്നതെങ്കിൽ പെർ ഗെയിമിന് ബിറ്റ്വീൻ $12 and $15 ഉണ്ട്. അല്ലാതെ നമ്മളൊരു ഗ്രൂപ്പ് പാക്കേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 5 to 7 ആക്ടിവിറ്റീസും ചെയ്യാം. പെർ ഹെഡ് $25 to $30 ആവത്തുള്ളൂ. പൊക്കോ അതല്ലേ എന്റെ കളി. ഇതെല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് പോയാൽ അതിന്റെ ഭംഗി ഉണ്ടാവുമല്ലോ. അല്ലല്ലോ, വഴി കാണിച്ചു പോയാൽ അതിന്റെ ഭംഗിയില്ല. അത് മറ്റേ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കിട്ടില്ലേ?
ബോബോ. പിന്നെ ഇതെന്നാ ഇതെന്നാ ഗുഡ് ജോബ്. എല്ലാവരും ടിക്കറ്റ് ഉണ്ടല്ലോ, ഒതുങ്ങുന്നു ചിരിച്ചുകൊണ്ട് പോകുന്നവർ കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാരും നല്ല ചിരിച്ചു. ഞങ്ങൾ ആരും പേടിക്കില്ല ഗൈസ്. പേടിക്കരുത് ഗൈസ്. ചേട്ടന് പേടിയുണ്ടോ? പേടിയുണ്ടോ ഇതിനകത്ത് കയറാൻ? പേടിയുണ്ടോ? ഓക്കെ ഗൈസ്, ഞങ്ങൾ എല്ലാവരും ഹോണ്ടഡ് ഹൗസിൽ കയറാൻ പോവാണ്. To the haunted house. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഞാൻ ഇങ്ങനത്തെ സാധനത്തിൽ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. അത് കാരണം എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഗൈസ്. ഞങ്ങൾ കോളേജ് ടൈമിൽ ഇതുപോലെ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്ന വീഡിയോ എടുക്കാം. കൊച്ചിനെ പിടിക്കണേ. പേടിയില്ല, അമ്മയല്ലേ കൂടെ. ചേച്ചി പേടിപ്പിക്കില്ല കേട്ടോ. ആരും വെളിയിലേക്ക് കത്തിച്ച് വെച്ചിരിക്കണേ. ഗൈസ് ഞങ്ങൾ പുറകെ തന്നെ ഉണ്ട്. ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? അപ്പു ചേട്ടൻ എന്താ മാന്തി എന്ന് പറഞ്ഞിട്ടു? ആ മാന്തിയാളാണ് നിൽക്കുന്നത്. നാല് ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കടപ്പ് തിരിച്ചു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. സോ അതിനകത്തൂടെ കയറാൻ വേണം. അതും ഒരു മെയ്സ് പോലത്തെയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. കാരണം ബാക്കിയുള്ളതിൻ്റെക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മെയ്സാണ്. സോ അതിന് എന്താവുന്നത്? അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഡിന്നർ വയ്ക്കുമ്പോൾ തിരിച്ചു പോലും മടുത്തു. രാവിലെ ഇറങ്ങിയതാണല്ലോ.
അല്ലേ? ഓ ആണോ? എല്ലാരും ഏതോ വഴിക്ക് പോയപ്പോ ഞാൻ ഏതോ വഴിക്ക് പോയി. ഞാൻ ടവർ 2 വന്നു ഗൈസ്. എല്ലാരും പുറത്തിറങ്ങിയപ്പോ ഞാൻ മാത്രം അകത്തായോ? പുറത്താണോ? ഇല്ല, ഞാൻ പെട്ടു ഗൈസ്. ഏത് വഴിക്കാടാ പോട്ടെ. ഞങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഗൈസ്. അല്ലേ? ഇരിക്കും ഞാൻ. ഇത് എവിടാ? ആണോ? ഇത് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് ഗൈസ്. തിന്ന്. അയ്യോ, കിട്ടിയില്ല. ഇച്ചാനെ കിട്ടി. കിട്ടി കിട്ടി കിട്ടി. വാ പോരെ പോരെ. You're here? Let me see your card. You did it. Okay. പക്ഷെ നടന്നു പഠിക്കേ. സമ്മാനം കഴിഞ്ഞ് അത്താഴം അടുക്കളയിൽ. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. ഞങ്ങള് കുറച്ചധികം സമൂസയും ചിക്കൻ സമൂസയും വെജ് സമൂസയൊക്കെയാണ് വാങ്ങിച്ചത്. വന്നതിന്റെ ഒരു ആവേശത്തിൽ ഞങ്ങളത് കഴിച്ചു കഴിഞ്ഞു. എല്ലാരും ചായയും കോഫിയും ഒക്കെ നാട്ടിലെ ടേസ്റ്റില് ചായയും കോഫിയും ഇവിടെ. സമൂസ കുഴപ്പമില്ലായിരുന്നു, ഇച്ചിരി എരിവുണ്ട്, നല്ലായിരുന്നു. പക്ഷെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് രാത്രിയുള്ള ആ ഫയർ വർക്ക്സും കണ്ട് ജസ്റ്റ് ആ നൈറ്റ് ലൈഫ് അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ സ്ട്രെയിറ്റ് വീട്ടിലേക്ക് പോയി. സോ ഐ എം എൻഡിങ് ദിസ് വീഡിയോ ഹിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.